Hello guys and welcome back to Best Car Picks. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന പുതിയ 6 വാഹനങ്ങളെ പറ്റിയാണ്. ആൻഡ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതിൽ കൂടുതൽ മഹീന്ദ്രയുടെ വണ്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അധികം വേഗം തന്നെ മനസ്സിലാവും. നമുക്ക് ഏതായാലും സ്റ്റാർട്ടിങ് തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വണ്ടി ശരിക്കും 2025 ലോഞ്ച് ആവേണ്ടതായിരുന്നു. നമ്മുടെ നിസാൻ്റെ പുതിയൊരു അബവ് 4 മീറ്റർ SUV ആണ്. ഏകദേശം ക്രെറ്റയുടെയൊക്കെ ഒരു സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന വണ്ടി. അതായത് 4.4 മീറ്റേഴ്സിനടുത്ത് വണ്ടിക്ക് സൈസ് കാണും. ഇതുവരെ ഈ വണ്ടിയുടെ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാത്ത ലുക്ക് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. ആകെപ്പാട് അവർ തന്നിരിക്കുന്ന ഡിസൈൻ സ്കെച്ചസും പിന്നെ ലീഗ് ഡിമേഴ്സ് മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. ഡസ്റ്റർ പക്ഷേ പുതിയ ജനറേഷൻ അങ്ങനെയല്ല. റെനോ ഡസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഡാഷ്യ ഡസ്റ്റർ, ശരിക്കും ഡാഷ്യ ഡസ്റ്റർ ആണ് പുറത്തൊക്കെ. അത് പക്ഷേ റെനോ റീബാറ്റ് ചെയ്ത് ചില മാർക്കറ്റുകളിൽ റെനോ ഡസ്റ്റർ എന്ന് പറഞ്ഞ മോഡൽസ് ആയിട്ടും ഇറക്കുന്നുണ്ടായിരുന്നു. സോ അത് നമുക്ക് കണ്ട് പരിചയമുണ്ട്. പക്ഷേ ഈ വണ്ടി നമുക്ക് കണ്ട് പരിചയമില്ല. ഏതായാലും നിസാൻ ഈ വരുന്ന ഒക്ടോബർ 7 ഈ വണ്ടിയുടെ ഒരു ലോഞ്ചല്ല, ഈവൻ അൺവെയിലിംഗ് ആണെങ്കിൽ പോലും മൊത്തമായിട്ടുള്ള അൺവെയിലിംഗ് ആയിട്ടല്ല അവർ പറയുന്നത്. പക്ഷെ എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ കുറേയൊക്കെ ഗ്ലിംസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് എന്നുള്ളത് എന്തായാലും ഈ വരുന്ന ഒക്ടോബർ 7 അറിയാൻ പറ്റും. അതാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. ഈവൻ ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഡസ്റ്ററായിട്ട് സിമിലാരിറ്റീസ് പറയാം. പക്ഷേ ഇവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ തമ്മിൽ ഒരുപാട് സാധനങ്ങൾ അവർ സെയിം ആക്കി വെക്കില്ല. പ്രത്യേകിച്ച് ഡിസൈൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കോമൺ ആയിരിക്കും. ഈവൻ നമുക്ക് ബാക്കി കോമ്പണൻസ് ആയിക്കോട്ടെ, എഞ്ചിൻ ആയിക്കോട്ടെ, പവർ ട്രെയിൻ പ്ലാറ്റ്ഫോം എല്ലാ സാധനങ്ങളും സെയിം ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കിയയും അതുപോലെ ഹ്യുണ്ടായി, ഇപ്പോൾ സെൽട്ടോസും ക്രെറ്റ എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെയും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈൻ തമ്മിൽ ഒരു ബന്ധമില്ല. ഫീച്ചേഴ്സ് പക്ഷേ ഏകദേശം വരുന്ന എല്ലാം സെയിം ആണ്. ഇനി നമ്മൾ ടൈഗണും കുഷാക്ക് കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ സിമിലാരിറ്റീസ് നമുക്ക് ബോഡി പാനൽസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. എന്തായാലും ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പ്രത്യേകിച്ച് സിമിലാരിറ്റീസ് ഒരുപാട് ഉണ്ടാവില്ല. നിസാൻ്റെ വണ്ടിക്ക് അതിൻ്റേതായ ലുക്കും റെനോയുടെ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ലുക്കും ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ പേര് നമുക്കറിയില്ലെങ്കിലും അത് ബൈ ദ വേ ഈ ഒക്ടോബർ 7 മിക്കവാറും അറിയാൻ പറ്റുമായിരിക്കും. അല്ലാതെ വെറുതെ ഒരു SUV എന്ന് പറഞ്ഞവർ ഇറക്കില്ല. സോ അതും പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ എന്തൊക്കെയായിരിക്കും ടെസ്റ്റ് വെച്ച് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഫാക്ടേഴ്സ് അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ 10.1 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 360 ക്യാമറ, പാനോറാമിക് സൺറൂഫ്, ലെവൽ 2 അഡ്വാൻസ് സ്റ്റോറേജ് സിസ്റ്റം, 17 to 18 ഇഞ്ച് അലോവിൽസ്. 18 ഇഞ്ച് അലോവിൽസ് ആക്ച്വലി സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 225 സെക്ഷൻ ടയർസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത്രയും വീതിയുള്ള ടയർസ് പൊതുവെ സെഗ്മെൻറ്റിൽ ആരും കൊടുക്കാറില്ല. സോ അതൊക്കെ ഇതിൻ്റേതായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൻ്റെ റിവ്യൂ ടൈമിൽ നോക്കാം. ഏതായാലും ഈ വണ്ടിയിൽ വരാൻ പോകുന്ന എഞ്ചിൻ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിസാനോ റെനോ രണ്ടുപേരും ഇതുവരെ വിട്ടു പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും ടർബോ പെട്രോൾ എഞ്ചിൻസ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ലേറ്റർ സ്റ്റേജിൽ ഹൈബ്രിഡ് വരുന്നതായിട്ടും പറയുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റിയും ഒരു ക്ലാരിറ്റി ഈ വരുന്ന ഒക്ടോബർ 7 കിട്ടിയാൽ നല്ലതായിരുന്നു. ഏതായാലും ഇനി നമ്മുടെ ലിസ്റ്റിലെ അടുത്ത വാഹനം പുതിയ താർ ഫേസ് ലിഫ്റ്റ് ആണ്. താർ റോക്സ് കഴിഞ്ഞ വർഷം വന്നു, അതൊക്കെ. പക്ഷേ 3 ഡോർ താറിന് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഒരു ഇത്തിരി പഴയതായിട്ട് തോന്നുമായിരുന്നു. ഇതേതായാലും ഇപ്പം ഇതിൻ്റെ സ്റ്റോക്ക് യാർഡിൽ, അതായത് പുതിയ വണ്ടി സ്റ്റോക്ക് യാർഡിൽ വന്ന് നടക്കുന്നതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അലോയ് വീൽസ് സെയിം ആണ്, ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ സെയിം ആണ് ഓൾമോസ്റ്റ്. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും ഗ്രില്ലും ഹെഡ്ലൈറ്റും ഒക്കെ ചെറുതായിട്ട് വ്യത്യാസമുള്ളതായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ചില ഡീലർഷിപ്പിൽ വന്നിരിക്കുന്ന വണ്ടിയിൽ ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാതെ നോക്കുമ്പം ഓർ കവറിങ് ഇല്ലാതെ നോക്കുമ്പം സത്യം പറഞ്ഞ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഏതായാലും ഇൻറ്റീരിയറിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് പുതിയ സ്കോർപ്പിയോനിലും താർ റോക്സിലും ഒക്കെ കണ്ട ആ ഒരു സ്റ്റിയറിംഗ് വീൽ കിട്ടുന്നുണ്ട്. മിക്കവാറും ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആയിരിക്കും. പിന്നെ 10.25 ഇഞ്ചസിൻ്റെ നമ്മൾ താർ റോക്സിൽ കണ്ട സെയിം ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ അവർ മാറ്റിയിട്ടില്ല. താർ റോക്സിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് പക്ഷേ ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന താറിൻ്റെ ഒരു സെമി ഡിജിറ്റൽ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. അതല്ലാതെ വേറെ കുറച്ച് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്ന ഫ്യൂൽ ലിഡ് ഓപ്പണർ നമുക്ക് അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പവർ വിൻഡോസിൻ്റെ സ്വിച്ച് അവർ ഇപ്രാവശ്യം ഡോറിൽ തന്നെ ആക്കിയിട്ടുണ്ട്. നേരത്തെ നടുവിലായിരുന്നല്ലോ, അതൊക്കെ മാറ്റി. ഈ വണ്ടി ഡോറൊന്നും മൊത്തത്തിൽ ഊരിയിട്ട് അങ്ങനെ അധികാരം ഓടിക്കുന്നില്ലെന്ന് അവർക്ക് തോന്നി കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മറ്റൊരു സെറ്റപ്പിലേക്ക് തന്നെ പോയത്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പക്ഷേ എന്നാൽ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കലി ഈ വണ്ടിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എഞ്ചിൻ ഓപ്ഷൻസ് 2 ലിറ്റർ പെട്രോളും 2.2 ഡീസലും തന്നെ ആയിരിക്കും. ട്രാൻസ്മിഷൻ ഓപ്ഷൻസും 6 സ്പീഡ് മാനുവൽ അതുപോലെ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ റേറ്റ് തന്നെ ആയിരിക്കും. ഇനി അടുത്ത മഹീന്ദ്രയുടെ വാഹനം വരുന്ന ബൊലേറോ സീരീസിലുള്ള 2 വണ്ടികളാണ്. അതിൽ നമ്മുടെ ബൊലേറോ നിയോയ്ക്കും അപ്ഡേറ്റ് വരുന്നുണ്ട്. ബൊലേറോയുടെ നോർമൽ ബൊലേറോ, അതായത് ക്ലാസിക് എന്ന് പറഞ്ഞ പേരിൽ ഇറക്കുമെന്നറിയില്ല. ഏതായാലും ആ വണ്ടിക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഈ 2 വാഹനങ്ങളും ഫെസ്റ്റീവ് സീസണിലാണ് ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. ബൈ ദ വേ ഈ വണ്ടികളുടെ ഒന്നും ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ്, അതായത് ഒക്ടോബർ ഇന്ന ഡേറ്റിൽ വരും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ താറ് 3 ഡോർ മോഡൽ ഒക്ടോബറിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഒരു 15-നുള്ളിൽ വരും എന്ന് പറയുന്നു. ബൊലേറോയുടെ 2 മോഡൽസും ഒക്ടോബറിലെ സെക്കൻഡ് ഹാഫിൽ, അതായത് 15-ന് ശേഷം 15 to 31 ഇടയിൽ വരും എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കങ്ങനെ കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ പൊതുവേ നമ്മളാരും ബൊലേറോയ്ക്ക് വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് അറ്റ്ലീസ്റ്റ് എൻ്റെ ചാനൽ കാണുന്നവരെങ്കിലും. കാരണം ഇത് കുറച്ചും കൂടെ ഒരു റൂറൽ ഏരിയാസിൽ റഫ് ആൻഡ് ടഫായിട്ട് വണ്ടി വേണ്ട ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ്. മോശം വണ്ടിയൊന്നും അല്ല. പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ്. ഇപ്പോൾ ബൊലേറോ നിയോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഗ്രില്ല് അതുപോലെ എയർ ഡാം
എല്ലാം ബമ്പറിൻ്റെ ഡിസൈൻ എല്ലാം മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഏകദേശം സെയിം ആണ്. പക്ഷേ സൈഡ് ആയാലും റിയർ ഡിസൈൻ ആയാലും ഒരു വ്യത്യാസമില്ല. ഈവൻ അലോയ് വീൽസിലായാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ബൊലേറോയുടെ ബാഡ്ജിങ്, സൈഡ് ഡിസൈൻ, എല്ലാ കാര്യങ്ങളും ആക്ച്വലി എല്ലാം സെയിം ആണ്. പിന്നെ വ്യത്യാസം പറയാൻ പറ്റുന്ന ഇൻറ്റീരിയറിലാണ്. ഈ വണ്ടി ഇപ്പോൾ കുറച്ച് ബേസിക് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ചേഞ്ചസ് ഈ വാഹനത്തിന് ഇൻറ്റീരിയറിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ സ്പൈ ഷോട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ മഹീന്ദ്രയുടെ പുതിയ 10 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോ AC, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ്, ഇപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ നമുക്ക് ഫീച്ചേഴ്സായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പക്ഷേ മഹീന്ദ്ര ഇതിനകത്ത് അങ്ങനെ ഓൾ ഔട്ട് പോയി എല്ലാ ഫീച്ചേഴ്സും കൊടുക്കും എന്നും പറയരുത്. അതുതന്നെയാണ് ഇനിയിപ്പോൾ അവർ ബൊലേറോയിലും ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പണ്ട് തൊട്ടേയുള്ള ബൊലേറോ, ഒരു വ്യത്യാസമില്ല വണ്ടിയുടെ ഡിസൈനിലൊന്നും, വളരെ മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പക്ഷേ മഹീന്ദ്രയുടെ എക്കാലത്തെയും ബെസ്റ്റ് സെല്ലർ വാഹനമായിരുന്നത് താറിൻ്റെ 3 ഡോർ മോഡലും അതുപോലെ 700 പിന്നെ നമ്മുടെ താർ റോക്സ്, സ്കോർപ്പിയോ എന്നീ വണ്ടികളൊക്കെ വരുന്ന വരെ ഇപ്പോഴും ഏകദേശം 6000 to 7000 ഇടയിലൊക്കെ ഈ വണ്ടിക്ക് മന്ത്ലി സെയിൽസ് കിട്ടാറുണ്ട്. എഗെയിൻ ഒട്ടും മോശമല്ല. ഈ വണ്ടിയുടെ ഒരു സിൽവർ ജൂബിലി എഡിഷനാണ് ഇനിയിപ്പം വരാൻ പോകുന്നത്. അത് 25 വർഷമായി ബൊലേറോ അവർ വിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ടെസ്റ്റിംഗ് വണ്ടി ഒരു മൊത്തം ക്യാമഫ്ലാജ് ചെയ്തിട്ടൊക്കെയാണ് ഓടിക്കുന്നത്. പക്ഷേ ശരിക്കും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അവർ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മൊത്തം ക്യാമഫ്ലാജ് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും ഇൻറ്റീരിയറിൽ ഈ വണ്ടിയിലും കുറച്ച് ഫീച്ചേഴ്സിൻ്റെ അപ്ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അത് നമുക്ക് നോക്കാം. ഇനി അടുത്ത നമ്മുടെ വണ്ടി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം VRS അല്ലെങ്കിൽ ഒക്ടാവിയ RS എന്ന് പറയുന്നത് ഇന്ത്യയിൽ കുറച്ചധികം കാലമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാഹനമാണ്. 2000 കാലഘട്ടം മുതൽ വരുന്ന ഒരു വണ്ടിയും കൂടിയാണ്. നമുക്കിപ്പം എല്ലാ ജനറേഷൻസിലും RS മോഡൽസ് ഉണ്ടായിട്ടുണ്ട്. Gen 1 ഒക്ടാവിയ, Mark 1 ഒക്ടാവിയ ആയിക്കോട്ടെ, സെക്കൻഡ് ജനറേഷൻ ലോറ ആയിക്കോട്ടെ, അതിന് VRS ഉണ്ടായിരുന്നു. പിന്നെ തേർഡ് ജൻ ഒക്ടാവിയയും RS 230, RS 245 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന 4th ജൻ മോഡൽ നമുക്കിവിടെ RS മോഡൽ കിട്ടിയിട്ടില്ല. ഏതായാലും അത് ഈ വരുന്ന ഒക്ടോബർ 17 ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടി വേണേൽ പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും October 6 മുതൽ. ഈ വണ്ടി എടുക്കുന്നവരൊന്നും ഫീച്ചേഴ്സിന് വേണ്ടി ആയിരിക്കില്ല എടുക്കുന്നത്. പക്ഷെ എന്നാലും ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു ലുക്കാണ് വരുന്നത്. 18 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. പിന്നെ എഞ്ചിനാണെങ്കിലും നമുക്ക് 2 ലിറ്റർ TSI ആണ് കിട്ടുന്നത്. 888 Gen 4 ആണ്. പക്ഷേ 265 bhp 370 Nm ടോർക്ക് വരുന്നുണ്ട്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇപ്പോൾ ലിമിറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡ് 250 km/h ആണ്. അതുപോലെ 6.4 seconds ആണ് ഈ വാഹനത്തിന് 0 to 100 ടൈം വരുന്നത്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. പക്ഷേ ഇത് ആകെപ്പാടെ 100 മാത്രമേ ഇന്ത്യയിലേക്ക് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വണ്ടി മൊത്തത്തിൽ CB ആയിട്ടാണ് വരുന്നത്. അതായത് ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം വില ഉണ്ടാകും. ഏകദേശം ഒരു 50 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ എക്സ്ഷോറൂം പ്രൈസ് കാണുമായിരിക്കും. അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമല്ല. കാരണം ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അവർ വണ്ടി ഇവിടെ ഇറക്കുന്നത്. പിന്നെ അവർ വണ്ടി ഇവിടെ ഇറക്കുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഹ്യുണ്ടായ്ക്കായാലും എലാൻഡ്രൈൻ പുറത്തുണ്ട്, ഹോണ്ടയ്ക്കായാലും സിവിക് ടൈപ്പ് R പുറത്തുണ്ട്. ഇതൊന്നും ആരും ഇവിടെ 100-എണ്ണായിട്ടോ 200-എണ്ണായിട്ടോ ലിമിറ്റഡ് നമ്പേഴ്സിൽ പോലും കൊണ്ടുവരുന്നില്ല. പക്ഷേ ഫോക്സ്വാഗൻ സ്കോഡ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ വണ്ടികൾ കൊണ്ടുവരുന്നെങ്കിലും ഉണ്ടെന്ന് പറയും. ഗോൾഫ് GTI വന്നു. ഒക്ടാവിയയുടെ 4th ജനറേഷൻ RS മോഡലിലൂടെ വരാൻ പോവാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇനി അടുത്തതും അവസാനത്തെ വാഹനം പുതിയ സിട്രോയിൻ്റെ എയർക്രോസ് X അല്ലെങ്കിൽ C3 എയർക്രോസ് X എന്ന് പറയും. അവർ ഇനി അടുത്തായിട്ട് C3 എന്നുള്ള പേര് വണ്ടിയിൽ നിന്ന് എടുത്തു കളഞ്ഞു. കാരണം C3 ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തിറക്കിയാലും ആൾക്കാർ അതിനെ ചെറിയ വണ്ടി അല്ലെങ്കിൽ ഹാച്ച് ബാക്കിൻ്റെ SUV എന്നൊക്കെ പറയുള്ളൂ എന്ന് തോന്നിക്കാണുമായിരിക്കും. അതുകൊണ്ടാവാം. ഏതായാലും ഈ വണ്ടിയുടെ പ്രീ ബുക്കിംഗ് ഒക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നതും ഈ ഒക്ടോബറിൽ തന്നെയാണ്. കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് വന്നിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ്. പക്ഷേ ഏതായാലും ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് എന്തൊക്കെ കിട്ടുമെന്നും ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ വരാൻ പോകുന്നതെന്നും നമുക്ക് ഏകദേശം അറിയാം. എക്സ്റ്റീരിയറിൽ ബസാൾട്ടിൻ്റെ പുതിയ X മോഡൽ കണ്ടപോലെ തന്നെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇൻറ്റീരിയറിൽ നമ്മൾ ബസാൾട്ടിൽ കണ്ടതുപോലെ തന്നെ ഇഷ്ടംപോലെ ചേഞ്ചസ് ഉണ്ടാവും. ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന വ്യത്യാസം ആയിക്കോട്ടെ, അതൊക്കെ നല്ല ചേഞ്ചസ് ആണ്. കാരണം ബസാൾട്ട് ആയാലും C3 എയർക്രോസ് ആയാലും ആദ്യം ഇറങ്ങിയ സമയത്ത് ഇൻറ്റീരിയർ ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി, AC വെൻസിൻ്റെ ഫിനിഷിങ്, അതായത് ബെൻസിൻ്റെ ഒരു കുറച്ച് ഫ്ലിംസി ആയിട്ട് തോന്നുമായിരുന്നല്ലോ. അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ടാണ് അവരിപ്പോൾ ഈ പുതിയ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അവർ എയർക്രോസ് ഇറക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ ബസാൾട്ട് കണ്ടതുകൊണ്ട് അത്യാവശ്യം ഞാൻ ഇംപ്രസ്ഡ് ആണ്. പിന്നെ ഡാഷ്ബോർഡിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. സീറ്റ്സ് ആണെങ്കിലും ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് ക്രൂസ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 360 ക്യാമറ ഓപ്ഷനായിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വയർലെസ് ചാർജർ ആയിക്കോട്ടെ, 10.1 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, 7 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രസ്റ്റ് ആണ് ഇതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് നമുക്ക് ഇപ്രാവശ്യം ഒരു ഫ്രെയിംലെസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ കവറിംഗ് ഒന്നും ഇല്ലാതെയാണ് കിട്ടുന്നത്. ഡാഷ്ബോർഡിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട്. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പക്ഷേ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഇവർ ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർ ഈ വണ്ടി ശ്രദ്ധിച്ചേനെ ആൻഡ് വാങ്ങിയേനെ. പക്ഷേ ഇതിപ്പം പതുക്കെ ഇങ്ങനെ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തതും അധികം ആൾക്കാർ വാങ്ങാത്തതും. ഇതൊക്കെ ഇവർ കാണിച്ചൊരു മണ്ടത്തരായിരുന്നു. പക്ഷേ വണ്ടി മെക്കാനിക്കലി വെൽ സോർട്ടഡ് ആണ്. ഓടിക്കാൻ അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം നല്ല പവർ ഉണ്ട്. പിന്നെ സസ്പെൻഷൻ ആണെങ്കിലും റൈഡൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ്. സിട്രോയിൻ്റെ ഇവിടുത്തെ വണ്ടികളിലെ, ഐ മീൻ ഇന്ത്യയിൽ എവിടുത്തെ വണ്ടികളാണെങ്കിലും റൈഡ് വളരെ നല്ലതാണ്. ഇവിടെ നമുക്ക് അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല.
സോ ഗൈസ്, ഇതാണ് ഈ മാസം വരാൻ പോകുന്ന 6 പുതിയ വാഹനങ്ങൾ. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ തീർച്ചയായും കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.